വടാപാവ്, മോമോസ്, ചാട്ട് സമൂസ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത രുചികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ. നോർത്ത് ഇന്ത്യൻ രുചികൾ നമ്മൾ പരീക്ഷിക്കുന്നതിനിടയിലേക്ക് ഒരു പുതിയ ഫുഡ് ഐറ്റം കൂടി വന്നിട്ടുണ്ട്, ദാബേലി പാവ്. കൊച്ചിയിൽ വന്നാൽ ഈ ദാബേലി പാവ് കഴിച്ചു പോവാം. ചേട്ടാ, ഒരു ദാബേലി പാവ്. പാവ് നമ്മളെ മുന്നിലെത്തിയിട്ടുണ്ട്. കാണാൻ എന്താ പറയാ, അടിപൊളിയായിട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടോ പാവ് കഴിക്കുന്നത്. ടേസ്റ്റ് ചെയ്തോ? അപ്പം അങ്ങ് ചോർന്നു. അയ്യോ, നല്ല രസമുണ്ട്. കഴിക്കട്ടെ. കൊള്ളാം, നല്ല രസമുണ്ട്. സ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ ഈ പാവ് ബജ്ജിയൊക്കെ കാണാറുണ്ടല്ലോ. ഇത് വലിയ ചരുവത്തിൽ നടുക്ക് കുറേ മസാലയൊക്കെ വെച്ചിട്ട് ആ സൈഡിൽ കുറേ ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ആ പ്രിപ്പറേഷനാണ് അവിടെ. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. മുംബൈയിൽ ഈ പാവിനെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് നമ്മളെ കൊച്ചിയിലെ MG റോഡിൽ എത്തിച്ച ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. നമ്മളെ പാവ് ഇവിടെ ബിസിനസ് തുടങ്ങിയ ആൾ മുരളി ചേട്ടൻ. നമുക്ക് പുള്ളിയുടെ അടുത്ത് ചോദിക്കാം എന്താണ് ഇവിടുത്തെ സെയിൽ, ഇവിടുത്തെ അതിൻ്റെ മാർക്കറ്റ് എന്താണ്. ചേട്ടാ, ഈ ദബേലി പാവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? പുള്ളി മുംബൈക്കാരനാണോ? അല്ലല്ല, ദബേലി പറഞ്ഞ ഒരു ഗുജറാത്തിൻ്റെ ഐറ്റം. കച്ചിൻ്റെ ഏരിയയിൽ നിന്ന് തുടങ്ങിയതിനാണ്. അത് ചെറിയ മധുരം ഉണ്ടാവും. അതിൽ മറ്റേ ദബേലി മസാല, സ്പെഷ്യൽ മസാല ഉണ്ട്. അത് സേവ്, കോൺഗ്രസ്, കപ്പലണ്ടി, അനാറ്. കപ്പലണ്ടിക്ക് കോൺഗ്രസ് അത് കോൺഗ്രസ് പറഞ്ഞാൽ മറ്റേ ഇത് ഉപ്പും എരിവ് വെള്ളമുള്ളത് സാധനമാണ്. അത് അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ദബേലി പാവ് ഇത്ര ഫേമസ് ആവാൻ കാരണം അത് മറ്റേ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ഇവിടെ കിട്ടണില്ല. മെയിൻ ഇവിടെ ഈ ഏരിയയിൽ ആരും ഉണ്ടാക്കണില്ല. അത് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഐറ്റമാണ്. നമ്മളത് പ്രത്യേകിച്ച് നമ്മുടെ മസാല, നമ്മുടെ സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യണത്. പാവും ചാറ്റൊക്കെ റെഡിയാക്കുന്നത് അതേ സോസും അതേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി. കുറച്ചും കൂടി തിന്നു കഴിയുമ്പം നല്ല എരിവ. അപ്പോൾ കൂട്ടി കഴിക്കാനാന്ന് തോന്നുന്നു മിക്സർ. ഇവിടെ പാവ് തന്നെ ഒരു 20 വെറൈറ്റീസ് ഓഫ് പാവും ഉണ്ട്, 30 കൂടുതൽ വെറൈറ്റി ചാറ്റും ഉണ്ട്. പലയിടത്തും ഡിഫറെൻറ്റ്. ഇവിടെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയത് ഒറിജിനലായിട്ട്, അത് മുംബൈയിൽ ഒറിജിനലായിട്ട് ഉപയോഗിക്കുന്ന സോസുകളും അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടി നല്ല ഇത്രയും തിരക്കും. അതുപോലെ ഈ സാധനം കുറച്ച് ഫേമസ് ആണ്. നല്ലവരുണ്ട്. പക്ഷെ എരിഞ്ഞാലും തേറ്റ് നിർത്താൻ തോന്നൂല കേട്ടോ. വൈകുന്നേരം ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങുമ്പോഴേ എപ്പോഴും ഈ പഴംപൊരിയും അതുപോലെ തന്നെ വടയും ഉള്ളിനോടെയൊക്കെ കഴിക്കുന്നതിന് കൂടെ വെറൈറ്റിയാണ് സംഭവം. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാൻ പറ്റിയൊരു സാധനം.